എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് തൃശ്ശൂരിലെ വളരെ മനോഹരമായിട്ടുള്ള ആകാശപാതയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയാണ് തൃശ്ശൂരിലെ ഈ ആകാശപാത. തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ ശക്തൻ നഗറിൽ സംഗമിക്കുന്ന 4 റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ആകാശപാത. പഴയ പട്ടാളം ശക്തൻ തമ്പുരാൻ നഗർ റോഡ്, റിംഗ് റോഡ്, ശക്തൻ നഗർ റോഡ്, ശക്തൻ തമ്പുരാൻ ഹൈ റോഡ് എന്നിങ്ങനെയുള്ള 4 റോഡുകളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. 2018 നിർമ്മാണം തുടങ്ങി 2023 ഓഗസ്റ്റ് 15 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. 8 കോടി രൂപ ചിലവിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വൃത്താകൃതിയിലുള്ള ഈ ആകാശപാത നിർമ്മിച്ചത്. ശാരീരിക അവശതയുള്ളവർക്ക് സഹായകമാകാൻ വേണ്ടി 2 ലിഫ്റ്റുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ലിഫ്റ്റ് കൂടാതെ തന്നെ നടന്നു കയറുന്നവർക്ക് വേണ്ടിയിട്ട് ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരം, മത്സ്യമാംസ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, ശക്തൻ നഗർ മൈതാനം എന്നീ 4 ഭാഗങ്ങളിൽ നിന്നും ആകാശപാതയിലേക്ക് ചവിട്ടുപടികൾ ഒരുക്കിയിട്ടുണ്ട്. ഞാനപ്പോൾ ആ ചവിട്ടുപടികളിലൂടെ മുകളിലോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുകളിൽ പോയിട്ട് മുകളിലത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ നടന്ന് മുകളിലോട്ട് എത്തുന്നതോടുകൂടി തന്നെ നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫുള്ള് എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ ആകാശപാത. മുകളിലെത്തുന്നതോടുകൂടി തന്നെ സൈൻ ബോർഡുകളും അവിടെ വെച്ചിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ആകാശപാതയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കുമുള്ള കറണ്ടിന് വേണ്ടിയിട്ട് ഈ ആകാശപാതയ്ക്ക് മുകളിലായിട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലെ ഈ തിരക്കിൽ നിന്നും നമ്മൾ ഈ ആകാശപാതയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ വളരെ കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ താഴേക്ക് കാണുന്ന കാഴ്ചകളും അതിമനോഹരമാണ്. ഓരോ സൈഡിലേക്കും വാഹനങ്ങൾ പോകുന്നതും എല്ലാം നമുക്കിവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. അപ്പോൾ ഈ ആകാശപാതയിൽ നിന്നുള്ള താഴേക്കുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ കാണുന്ന റോഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ്. അതിന് സൈഡിൽ തന്നെയാണ് എക്സിബിഷൻ ഗ്രൗണ്ട്. മന്ത്രി കെ രാധാകൃഷ്ണനാണ് ആകാശപാത പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇവിടെ നിന്ന് നമുക്ക് പുത്തൻപള്ളിയുടെ ടവറും ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റുന്നതാണ്. ആ ഉയരത്തിൽ കാണുന്നതാണ് പുത്തൻപള്ളി ടവർ. ഈ പുത്തൻപള്ളിയുടെ ടവറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വയ്ക്കാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച ശക്തൻ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിക്കുന്നതാണ്. റോഡിൽ നിന്ന് ഏകദേശം 6 മീറ്റർ ഉയരത്തിലാണ് ഈ ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് താഴെ കൂടെ പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഈ സ്കൈ വാക്കിന് ഏകദേശം 3 മീറ്റർ വീതിയും 250 മീറ്റർ ചുറ്റളവുമാണ് ഉള്ളത്. എന്തായാലും തൃശ്ശൂർക്കാർക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ആകാശപാത. വളരെ തിരക്ക് പിടിച്ച റോഡുകളിൽ നിന്നൊക്കെ വളരെ സേഫായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പച്ചക്കറി മാർക്കറ്റിൻ്റേതാണ്. ഞാനിത് ഷൂട്ട് ചെയ്തത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതലും ഇന്ന് കടകളൊക്കെ മുടക്കാണ്. അപ്പോൾ അധികം കടകളൊന്നും തുറന്ന് കാണാൻ വഴിയില്ല. ഇട ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഈ കടകളെല്ലാം തുറന്ന് ഇവിടെ ജനങ്ങളെ കൊണ്ട് നല്ല തിരക്കായിരിക്കും. ഇപ്പോൾ ഈ സമയമായതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. അങ്ങനെ തൃശ്ശൂർക്കാരുടെ വളരെ അഭിമാനമായിട്ടുള്ള ഈ സ്കൈ വാക്കിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഇട്ടിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.